ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്വിക്ക് ബൈറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള വെജിറ്റബിൾ കുറുമയാണ്. അപ്പം ഈസി പീസി ഒരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം കുറച്ച് വലിയ പീസായിട്ട് തന്നെ മുറിക്കണം. അതല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ച് വിസിലടിക്കുമ്പം കഷ്ണങ്ങളെല്ലാം വെന്തൊടിഞ്ഞ് പോവും. അപ്പം ഒരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവോളയും അതുപോലെ ഒരു വലിയ ഉരുളൻകിഴങ്ങും ഒരു വലിയ ക്യാരറ്റും പിന്നെ ഒരു 5-6 ബീൻസും ഒരു കുറച്ച് കോളിഫ്ലവറും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസും ഞാൻ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും കഷ്ണങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിലേക്ക് എന്ത് കുറുമ കഷ്ണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പോൾ ഇത്രയും കഷ്ണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വയ്ക്കാം. ഇപ്പം കഷ്ണത്തിൻ്റെ മേലിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. വെള്ളം കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അപ്പം കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ തരത്തിലാണ് നമ്മളുടെ വെള്ളം ഒഴിച്ചു നിൽക്കേണ്ടത്. അതിനുശേഷം കഷ്ണത്തിലേക്ക് പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1.5 സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കഷ്ണത്തിലേക്ക് പിടിക്കാൻ പാകത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കഷ്ണത്തിലേക്ക് ഇപ്പോൾ തന്നെ പിടിച്ചാലാണ് ആ കുറുമയായി കഴിയുമ്പോഴും ആ ഒരു എരിവുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വെക്കാം. അധികം വിസിൽ വെക്കണം എന്നില്ല, കഷ്ണങ്ങളെല്ലാം വെന്ത് പോവും. ഇനി കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ അരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായും പെരിഞ്ചീരകവും അരപ്പനുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പച്ചയ്ക്ക് നമ്മളിങ്ങനെ ഇത് യൂസ് ചെയ്താൽ നമ്മളുടെ കുറുമയ്ക്ക് നല്ലൊരു മണം കിട്ടും. അതിനായിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇതിന് നന്നായിട്ട് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലത്തെ രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടണം. ഇപ്പം നമ്മളെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നു, നമ്മളുടെ അരപ്പും തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കുറുമ തിള വരട്ടെ. നല്ലോണം തിളയ്ക്കണമെന്നില്ല, കാരണം നാളികേരം അരച്ചത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തിളയ്ക്കണം എന്നില്ല. ചെറിയ രീതിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറുമ റെഡി ആയിക്കോളും. അപ്പം ഇപ്പം നമ്മളുടെ കുറുമ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളുടെ കുറുമയിൽ ചെറിയ രീതിയിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സൈഡിൽ കൂടെ എല്ലാം തിളയ്ക്കാൻ തുടങ്ങി. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 2 മിനിറ്റിന് നമ്മളുടെ കുറുമ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഒരു കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ താളിക്കേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾ കുറുമയ്ക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1-1.5 സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് 2 മിനിറ്റ് അടച്ചു വെച്ചാൽ നല്ല അടിപൊളി വെജിറ്റബിൾ കുറുമ റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.